വന നിയമ ഭേദഗതി സംബന്ധിച്ച ആശങ്ക പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് കേരള കോൺഗ്രസ് എം ചെയർമാൻ ഇന്ന് മുഖ്യമന്ത്രിയെ കാണും. കേരള കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി നേതാക്കളും ജോസ് കെ മാണിക്കൊപ്പമുണ്ടാകും. ക്രൈസ്തവ സഭകളും ആശങ്ക പ്രകടിപ്പിച്ചതോടെയാണ് കേരള കോൺഗ്രസ് എം മുഖ്യമന്ത്രിയെ കാണുന്നത്. വന നിയമ ഭേദഗതിയിൽ ആശങ്ക വേണ്ടെന്നും വസ്തുതകൾ പരിശോധിക്കാതെയാണ് വിവാദങ്ങൾ ഉയർത്തുന്നതെന്നും മന്ത്രി എ കെ ശശീന്ദ്രൻ പറഞ്ഞു. നിലവിലുള്ള ബില്ലിൽ വരുത്തിയിട്ടുള്ള മാറ്റങ്ങൾ ഏതൊക്കെയാണ്? അതിൽ ഏതൊക്കെ മാറ്റങ്ങളോടാണ് വിയോജിക്കുന്നത്? അത് വ്യക്തമാക്കിയാലാണ് അതിൽ ന്യായമായ കാര്യങ്ങളുണ്ടെങ്കിൽ, കഴമ്പുള്ള വിമർശനമുണ്ടെങ്കിൽ അവരോടെല്ലാം മുൻവിധികളില്ലാതെ സംസാരിക്കാനും ചർച്ച ചെയ്യാനും ഗവൺമെൻറ് തയ്യാറാണ്. ഉമേഷ് ബാലകൃഷ്ണൻ വിശദാംശങ്ങളുമായി. ഉമേഷ്, ഇതിനോടകം തന്നെ നമുക്കറിയാം മലയോര മേഖലയിലുള്ളവരൊക്കെ വലിയ ആശങ്കയിലാണ്. അതുപോലെ സഭകളുടെ പ്രതിഷേധം, അവർ പ്രസ്താവനകളിലൂടെയൊക്കെ നമ്മളോടൊക്കെ പ്രതികരിച്ചതുമാണ്. ഇപ്പോൾ ജോസ് കെ മാണി ഇന്ന് മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തുമ്പോൾ അത് എത്രത്തോളം പ്രധാനപ്പെട്ടതാവുകയാണ് ഈ വിഷയത്തിൽ? പ്രധാനമായി വിവിധ രൂപതകളും പ്രതിഷേധം അറിയിച്ചിട്ടുണ്ട്, ആശങ്കകളും പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ ആണ് ഒടുവിൽ ചർച്ച ചെയ്യാനുള്ള ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നത്. ജോസ് കെ മാണിയും മറ്റ് പാർലമെന്ററി പാർട്ടി നേതാക്കളും ഇന്ന് മുഖ്യമന്ത്രിയെ കണ്ട് ചർച്ച നടത്തും. വൈകിട്ട് 4 മണിക്കാണ് ചർച്ച. പ്രധാന ആശങ്ക ഈ വനഭൂമിയോട് ചേർന്ന് നിൽക്കുന്ന പ്രദേശങ്ങളിൽ പോലീസിന്റെ അധികാരം കുറയുകയും ഒപ്പം വനം വകുപ്പിന്റെ ഫോറസ്റ്റ് ഗാർഡ് അടക്കമുള്ളവർക്ക് അധികാരം കൂടുകയും ചെയ്യുന്നു എന്നൊരു ആശങ്ക ഈ വന നിയമ ഭേദഗതിയിലുണ്ട് എന്നാണ് ഈ ആക്ഷേപമുള്ളവർ പറയുന്നത്. കൂടാതെ പോലീസിന് കൂടി അധികാരം നൽകണമെന്നുള്ള ഒരു ആവശ്യവും ഇവർ ഉന്നയിക്കുന്നുണ്ട്. എന്തായാലും ഈ വിഷയങ്ങളെല്ലാം വിശദമായി ചർച്ച ചെയ്യും. മുഖ്യമന്ത്രി വൈകിട്ട് 4 മണിക്ക് ജോസ് കെ മാണിയും മറ്റ് പാർലമെന്ററി പാർട്ടി നേതാക്കളും കണ്ട് ചർച്ച നടത്തും. അനുജ, വന നിയമ ഭേദഗതിയിലാണിപ്പോൾ ജോസ് കെ മാണി ഇന്ന് വൈകിട്ട് മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്താൻ ഒരുങ്ങുന്നത്.